മൊഴി 2026 മാധ്യമപ്രവർത്തകരുടെയും അതുപോലെ തന്നെ പരിസ്ഥിതി ചർച്ച തുടരുന്നു. അതോടൊപ്പം തന്നെ യുവ എഴുത്തുകാരുടെ പുസ്തക പ്രസാധനവും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം നടന്ന നിറഞ്ഞ സദസ്സിൽ അതിഗംഭീരമായി തന്നെ ഇക്കാര്യങ്ങളെ വിലയിരുത്തി. ആളുകളുടെ ബാഹുല്യം കൊണ്ട് പ്രത്യേകം ശ്രദ്ധേയമായിരുന്നു. നിറഞ്ഞ സദസ്സിൽ എഴുത്തുകാരും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. 9 ആളുകളുടെ കൃതികളാണ് ഇന്ന് പ്രകാശനം ചെയ്തത്. കുമളിക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമായിരുന്നു ഇത്. ഒപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അടുത്ത തലമുറയിൽ നിന്നും നിഷേധിക്കാൻ ഇവിടെ ഞാനൊരു പേഴ്സണൽ ലെവലാണ് പറയുന്നത്. പൊളിറ്റിക്കലായിട്ടൊന്നും ഡിസ്കഷനിലേക്ക് കൊണ്ടുപോകണം. ഞാൻ എൻ്റെ വികാരങ്ങൾ മാത്രം പറയുന്നതാണ്. വികാര പഠനത്തിലുള്ള എനിക്കപ്പോൾ ഒരു സംഭവം ലൈഫ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ലൈഫ് ഉണ്ടായത്, എങ്ങനെയാണ് ഈ ലൈഫ് ഉണ്ടായത്, ഇപ്പോഴും സംശയമാണ്. ഏതിൽ നിന്നാണ് ഒരു ദിനോസറിനെ എടുത്ത് കാണിക്കാനുണ്ടോ? അപ്പോൾ ആസ് എ സ്പീഷീസ് അടിച്ച് തകർന്ന് പോകണമോ വേണ്ടയോ എന്നുള്ള എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യനിൻ്റെ നടുവിലാണ് ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് സെൽഫിഷ്നെസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 കുട്ടികളും. അപ്പോൾ അവരുടെ ഭാവിയിലെ ഇപ്പോഴും എൻ്റെ ടൗണിൽ താമസിക്കുന്ന ആളാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ ഇപ്പോഴും വാട്ടർ കണക്ഷനിൽ എൻ്റെ കിണറിൽ നിന്നാണ് ഇപ്പോഴും ഞാൻ വെള്ളം കൊണ്ടുപോകും. ഇവിടെ കൊടുക്കണം. അപ്പം ഞാൻ എൻ്റെ മക്കളുടെ കാര്യം പറയാം. അത് നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ അവരെ ശുദ്ധമായി ശുദ്ധജലം കുടിക്കണമോ എന്നുള്ളതാണ്. ഗാഡ്ഗിലിനോടുള്ള എൻ്റെ പ്രത്യേകത, അദ്ദേഹം മലനിരകളെ ഇറ്റ് ഇസ് കൺസിഡർഡ് ടു ബി ദ വാട്ടർ ടവർ ഓഫ് ദ വേൾഡ്. അല്ലെ ഇന്ത്യയുടെ വാട്ടർ ടവർ എന്താണ്? ആനവല്ലി ഇടിച്ച് തകർക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ രാജസ്ഥാനിൽ എല്ലാ വർഷവും പ്രോഗ്രാംസിനൊക്കെ പോകുന്നതാണ്. രാജസ്ഥാനിലെ ആനവല്ലി സിമെന്റ് ലോബിക്ക് വേണ്ടി കൊടുക്കാൻ നമ്മൾ റെഡിയാവുകയാണ്. സിമെന്റ് ഇടിച്ച് സിമെന്റുകളൊക്കെ വെച്ച് കൺസ്ട്രക്ഷൻ ഓക്കെ. ഇപ്പോൾ കേരളത്തിന്റെ ഇന്നലെ പത്രത്തിൽ സ്റ്റോറി എഴുതിയിരുന്നു. 100 years കേരളത്തിന്റെ ടെമ്പറേച്ചർ, ശരാശരി ടെമ്പറേച്ചർ 1.7 അതായത് 2 ഡിഗ്രിയോളം വർദ്ധിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇത് ഇത്രയും ഒരു ടെമ്പറേച്ചർ വർധന വന്നാൽ നമ്മുടെ ഈ സംവിധാനങ്ങൾ മുഴുവൻ തകർന്നു പോവുകയും ഈ വാട്ടർ ടവർ ജലഗോപുരം എന്ന് പറയുന്ന പശ്ചിമഘട്ടത്തിന്റെ ഉറവകൾ വറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ ആവശ്യപ്പെടുന്നു. വൈ ടൈഗർ അറ്റ് ദ ടോപ്പ് എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ പ്രസംഗത്തിൽ പറഞ്ഞത് ടൈഗർ അതിന് മോളിൽ വെക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊക്കെ അറിയാം. ടൈഗർ അറ്റ് ദ ടോപ്പ് ഉണ്ടെങ്കിൽ തൊട്ട് താഴെ എവർഗ്രീൻ അല്ലെങ്കിൽ മഴക്കാടുകൾ ഉണ്ടാവും. ആ മഴക്കാടുകൾ ഉണ്ടെങ്കിൽ അവിടെ ഈ ടൈഗറിന് തിന്നാനുള്ള മാനുണ്ടാവും, മാനിന് തിന്നാനുള്ള പുല്ലുണ്ടാവും. പുല്ല് വളരണമെങ്കിൽ അവിടെ ന്യായമായ മഴ കിട്ടണം എല്ലാ വർഷവും, എല്ലാ സമയത്തും അത് കിട്ടും. അപ്പോൾ അതിന് താഴെ അരുവി എപ്പോഴും പെരഞ്ഞിലായിരിക്കും അവിടുത്തെ വാട്ടർ സോഴ്സ്, അല്ലെങ്കിൽ പുഴകൾ അവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് കട്ട് ചെയ്താൽ പറയും ഒരുപാട് ടൈഗർ ഇല്ലാതായ മാൻ ഒരുപാട് പേരും പുല്ലെല്ലാം തിന്ന് മണ്ണൊലിപ്പാകും, വനം എവർഗ്രീൻ ഫോറസ്റ്റ് എന്താവും, ഡെസിഡേഴ്സ് ആകും. തീർച്ചയായിട്ടും അത് വെള്ളത്തിൻ്റെ വറ്റലിലേക്ക് പോകും. അങ്ങനെ നമ്മുടെ വാട്ടർ ടവർ കൺസെപ്റ്റ്, വാട്ടർ ബാലൻസ് കൺസെപ്റ്റ് ഇല്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥയാണ്. നാച്ചുറൽ ക്യാപിറ്റലിൻ്റെ ഉദാഹരണം പറയാം. ഞാൻ പാലായിക്കൊക്കെ പോയപ്പോഴും ഒരു പ്രോഗ്രാമിന് പോയപ്പം മുരിങ്ങ നന്നായി കാഴ്ച കിടക്കും. അപ്പം ഞാൻ പറഞ്ഞൊരു കമ്പ് തരാം സാറേ, തിരുവല്ലയിൽ കൊണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, താഴോട്ട് നോക്കാൻ പറഞ്ഞു. അപ്പം ഒരു മൂളൽ കേൾക്കാം. അപ്പം ഞാൻ അവിടെ ട്രാൻസ്ഫോമർ വല്ലതും ആണോ, തേനീച്ചപ്പെട്ടിയാണ്. അപ്പോൾ പറഞ്ഞു 100 പൂ ഉണ്ടായാലും 99 പരാഗണം ചെയ്തിട്ട് കായാവും. സാറിൻ്റെ അവിടെ എന്തുകൊണ്ട് കോൺക്രീറ്റ് കെട്ടിടം മാത്രമുണ്ട്, സാറിൻ്റെ 99 പൂവും താഴെ. അധ്യക്ഷൻ്റെ അനുവാദത്തോടെ തന്നെ അധ്യക്ഷൻ പറഞ്ഞതനുസരിച്ച് ഇനി നമുക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ്. അതിനുശേഷം കാവുകളുടെ പ്രസക്തിയെക്കുറിച്ച് ബഹുമാന്യനായ ശ്രീ അനിൽ വള്ളിക്കോടിൻ്റെ ചർച്ചയുണ്ടായിരിക്കുന്നതാണ്. ഇവിടെ PTR മോഡൽ ഞാനൊക്കെ ഇവിടെ തുടങ്ങിയതാണ്. ഞങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയതാണ്. അപ്പോൾ PTR മോഡൽ നമുക്ക് രാജ്യത്തിന് തന്നെ വലിയ ഒരുപാട് മാതൃകകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ PTR മോഡലിനെ പൊതു സമൂഹത്തിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ ഇവിടെ ഈ പ്രദേശത്ത് തുടങ്ങിയ എല്ലാ മാധ്യമ പ്രവർത്തകരും അളവറ്റ സംഭാവന ചെയ്തു. ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഇവിടെ തുടങ്ങിയ ലോകത്തെങ്ങും ഇല്ലാത്തൊരു മാതൃക നമ്മുടെ വസന്തസേന. കുറേ സ്ത്രീകൾ സന്നദ്ധരായിട്ട് വനസംരക്ഷണ പ്രവർത്തനം, പകൽ സമയത്ത് ഈ കാട്ടിൽ പോയിട്ട് സംരക്ഷണ പ്രവർത്തനം നടന്നു. ഇപ്പോഴും നിർവഹിക്കുന്നത് 10-25 വർഷമായി. അതേക്കുറിച്ച് നമ്മളിപ്പോൾ ഒരു സ്റ്റോറി ചെയ്യാൻ ആഗ്രഹിച്ചാൽ നമുക്ക് ഒരുപക്ഷെ ഔദ്യോഗികമായ വിവരങ്ങൾ ലഭിക്കുന്നത് എനിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഇവിടെ ഈ വനം വകുപ്പുമായിട്ട് ഏറ്റവും കൂടുതൽ സഹകരിച്ച് ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ളതാണ്. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോഴും ഈ വനം വകുപ്പുമായി എല്ലാവരും ആലോചനകൾ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ സൗഹൃദത്തോടുകൂടി പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ വനം വകുപ്പിൻ്റെ വലിയ സഹായം. വർഷമാണല്ലോ ഇന്നത്തെ ഏറ്റവും
വിഷയം. അതിനാണ് വാർത്തയില്ലായ്മയല്ല. അപ്പോൾ ഇവിടെ ഇപ്പോഴും വന്യജീവി ഏറ്റവും ഇതിൻ്റെ തൊട്ടപ്പുറം മരമാണല്ലോ. ഫൗണ്ടേഷനെ പറ്റി സംസാരിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റും കൂടെയാണ്. ഇന്നത്തെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആഘോഷം പറഞ്ഞ ഒരു പരിപാടി ഉണ്ടായിരുന്നു സർക്കാരിന്. അത് 70 മുമ്പല്ല 56 തുടങ്ങിയ അതിങ്ങനെ ഒരു പെരിയാർ ടൈഗേഴ്സിലെ ഒരു ആർട്ട് ഫോമുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. എനിക്കിവിടെ സൂചിപ്പിക്കാൻ ഒരു പുറത്തേക്ക് ഇറങ്ങും. ഈ ട്രൈബൽ സ്കില്ലിൻ്റെ കുടികൾ ഈ ഇരിക്കുന്ന പ്രദേശം ഉൾപ്പെടെ അന്നത്തെ മന്നാർ സമുദായത്തിനും പഴയ കമ്മ്യൂണിറ്റിക്കും കൊടുക്കുവാൻ വേണ്ടിയിട്ട പ്രദേശമാണ് ഈ ആദിവാസി പ്രദേശം. പെരിയാർ ടൈഗർ റിസർവിൻ്റെ പ്രവർത്തനങ്ങളെ 1996 ഇന്ത്യൻ എക്കോ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് നടത്തി. അതിനു മുമ്പ് ഇവിടുത്തെ മന്നാർ കമ്മ്യൂണിറ്റിയും പഴയ കമ്മ്യൂണിറ്റിയും ഊരാളി ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പൂർണ്ണമായി വനത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. വനങ്ങൾ ശേഖരിച്ചും ഒക്കെയാണ് ജീവിത നിലവാരം മുമ്പോട്ട് വയ്ക്കുന്നത്. അന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വലിയ പീഡനങ്ങൾ നേരിടേണ്ട ഒരു വലിയ അവസ്ഥ ഈ ജനസമൂഹത്തിലുണ്ട്. അന്ന് കൊള്ളക്കാരാൽ നിറഞ്ഞിരിക്കുന്ന പെരിയാർ ടൈഗർ റിസർവ്, ആ റിസർവിനെ മന്നാർ സമുദായത്തിന് അല്ലെങ്കിൽ ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം വനം ഒരു വലിയ ഒരു ദൈവികപരമായി കാണുന്ന ഒരു പ്രദേശം. ഞങ്ങളെ സംബന്ധിച്ച് ആനയെ ഞങ്ങൾ ആനയെന്ന് ഒരിക്കലും വിളിക്കരുത്. ഞങ്ങൾ പാട്ടി ഞങ്ങൾ മുത്തശ്ശി എന്നൊരു അഭിസംബോധനമാണ് ഞങ്ങൾ മൃഗത്തെ ഡെമോക്രസി. അതെന്താണ് ഈ ഡെമോക്രസി പറഞ്ഞത്? ഉണ്ടായിരുന്നു ഡെമോക്രസിയുടെ വിൻഡോ നമുക്ക് ഓപ്പൺ ചെയ്യും. പ്രസിഡന്റ് പറഞ്ഞ കുമ്പളി പഞ്ചായത്ത് ബോർഡറിൽ ചെക്ക് പോസ്റ്റ് ഉണ്ടായത് എൻട്രി ഫീ വരെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ഗ്രീൻ ഫീ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയാണെങ്കിലും ആലോചിക്കുക. അപ്പോൾ ഇതിന് വിരുദ്ധമാകുമോ ഒരു ഗ്രീൻ ഫീ? ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നല്ല കാര്യമില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പം ഞങ്ങൾ കാരണം എന്തൊരു ചോദിച്ചാലും ചോദിക്കട്ടെ ഡേറ്റ വരാൻ പറ്റില്ല. അപ്പോൾ ഒരു ശരിയാണ്, അതൊരു പ്രശ്നം തന്നെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഒരു മീഡിയ ഒരു പേഴ്സൺ അല്ലെങ്കിൽ പിആർഒ പോലെ ഓരോ ഡിവിഷനിലും എനിക്ക് തോന്നുന്നു അതായത് നല്ലതെന്ന് തോന്നുന്നു പ്രൊപ്പോസൽ കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ വാഴക്കാട് ഇരുന്ന സമയത്തും ആനയ്ക്ക് മുഴുവനായിട്ട് ആനയെ പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. 1 മാസത്തോളം നമ്മൾ കഷ്ടപ്പെട്ടു പോയതാണ്. പക്ഷേ എന്നും വൈകിട്ട് ഞാൻ ആ ഗ്രൂപ്പിൽ മെസ്സേജ് ഗ്രൂപ്പിൽ ചെയ്ത കാര്യങ്ങൾ എന്നിട്ട് അവർ വന്നാൽ നമ്മൾ മറുപടി കൊടുക്കുന്നുണ്ട്. ഈ പ്രൊപ്പോസൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് പ്ലാനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഈ മാസം അത് അപ്രൂവായി കിട്ടുവാണെങ്കിൽ എല്ലാ ഡിവിഷനിലും ഒരു മീഡിയ സെക്രട്ടറിയൊന്നും വിളിക്കേണ്ട, റേഡിയോസിനെ വിളിക്കേണ്ട, സ്റ്റാഫിനെ വിളിക്കേണ്ട, ഒന്നും വേണ്ട. ഒരാൾ അവിടെ കാണും, നിങ്ങൾക്ക് കറക്റ്റ് വിവരം തരാൻ. കരിഞ്ചൂരിലും കാട്ടുപള്ളികളും കെട്ടുപിണഞ്ഞ് കിടക്കുന്ന കാവസങ്കല്പത്തിലേക്ക് അമ്മയോടൊപ്പം ഒരു തിരി വയ്ക്കാൻ പോയ ഓർമ്മകളാണ് എന്നെ കാവിനോട് ചേർത്ത് നിർത്തിയത്. നമ്മൾ എത്രയൊക്കെ ഇവിടെ ചർച്ച ചെയ്താലും എത്രയൊക്കെ നമ്മൾ അകൽച്ച കുറയ്ക്കാനെ കൊണ്ട് സംവാദങ്ങൾ നടത്തിയാലും മണ്ണും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആത്മബന്ധത്തെ അരക്കെട്ടുറപ്പിക്കാൻ അമ്മ എന്നൊരു വർഗം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അച്ഛനെ ഗതി, അതിന്റെ വരവ്, ഒരു തെക്കൻ മഴ പെയ്യുമ്പോൾ ഇടിച്ചു കുത്തിയുള്ള വരവ്, ഇതെല്ലാം കണ്ട് ഇറങ്ങാതിരിക്കാൻ പഠിപ്പിച്ചത് അമ്മയാണ്. അമ്മമാർക്ക് കഴിയുന്നില്ല. വീട്ടിൽ അടുക്കളയിലുണ്ടായിരുന്ന ആട്ടുകല്ലും അരകല്ലും ഒക്കെ എവിടെയോ എടുത്തെറിഞ്ഞിട്ട് അമ്മി എന്താ അരകല്ല് എന്താ മമ്മിയെ മാത്രം തിരിച്ചറിയുന്നൊരു കാലം ഈ ധരിക്കുകയും ചെയ്ത് പ്രകൃതി ബോധം, സ്നേഹം, നമ്മുടെ പൈതൃക സ്വത്തുക്കൾ, നമ്മുടെ നദിയെ, അതിൻ്റെ ആഴങ്ങൾ, അതിൻ്റെ വിസ്തൃതി, പരപ്പ്, അതിൻ്റെ തുടക്കം, ഒടുക്കം, മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, ഇതെല്ലാം മഴ നനയുന്ന കുഞ്ഞുങ്ങൾ പോലും ഇന്നില്ല അല്ലേ? പെരുമഴയത്ത് ഒറ്റപ്പെട്ടു പോയ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥയിലായിരുന്നു ഞാനെന്ന് മോഹൻലാലിൻ്റെ സിനിമയിൽ പറയുന്നുണ്ട്. പെരുമഴയത്ത് പോയിട്ടുണ്ടോ? എന്നാൽ ഇവിടെ വന്നിരുന്നപ്പോൾ ഈ കാട് എന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ കുറെ കവികളെ ഓർമ്മ വന്നു. ചെറുകാടത്തം മാമക തറവാടിത്തം എന്ന് പറഞ്ഞ ചെറുകാട്. ഈ കാട്ടിലൂടെ ഞാൻ ഇറങ്ങി നടന്നാൽ ഈ കാട് എൻ്റെ കൂടെ വരും എന്ന് പറഞ്ഞ ചെറുകാട്. കാടിനു ഞാൻ എന്തു പേരിടും, കാടിനു ഞാൻ എൻ്റെ പേരിടും എന്ന് പറഞ്ഞ വിനയേന്ദ്രൻ മാഷ്. ഇവരെയൊക്കെ ഓർമ്മയിൽ വന്നു. എനിക്കറിയാവുന്നത് ഫോറസ്റ്റ് മുഴുവൻ കാടാണ് എന്ന ജഗതിയുടെ സംഭാഷണം മാത്രമാണ്. ഞങ്ങളുടെ നാട്ടിൽ കാടില്ല, പക്ഷെ കാട്ടുപന്നികളുണ്ട്. ഞാനോ ഞാൻ പോകുന്നേ പോകുന്നേനോ ഞാനോ ഞാൻ പോകുന്നേ പേരാറ്റിൻ പെരുമണലേരോ ഞാനോ ഞാൻ പോകുന്നു. കിട്ടിയോ? കഥാകാരൻ കിട്ടിയോ? ഞാനോ ഞാൻ പോകുന്നേ പേരാറ്റിൻ പെരുമണലേലോ ഞാനോ ഞാൻ പോകുന്നേ.
എല്ലാവർക്കും സ്വാഗതം. പുസ്തക പ്രകാശനവുമാനുബന്ധിച്ച് നടക്കുന്ന ഈ പരിപാടിയിലെ വിശിഷ്ട വ്യക്തികളായ ശ്രീ മോബിൻ മോഹൻ, ശ്രീ പോൾ ടി ബേബി, ശ്രീ വൈഷ്ണവി രാജ്, മനോജ് കാടാമള്ളി, ശ്രീമതി ലക്ഷ്മി ആർ എന്നിവരെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൊഴി 2026 ഇടുക്കി പ്രസ് ക്ലബും എക്കോ, പിന്നെ ബായ് ബുക്സ്, നമ്മുടെ ഇവിടുത്തെ എഴുത്തുകാർ, സാഹിത്യകാർ എന്നിവരുടെ കൂട്ടായ്മയോടുകൂടി നമ്മൾ നടത്തുന്ന ഒരു പരിപാടിയാണ്. ആദ്യത്തെ രാവിലത്തെ സെഷനിൽ നമ്മൾ പത്രക്കാരും എഴുത്തുകാരും അനുഭവവുമായിട്ടുള്ള ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഒരു നമ്മുടെ രണ്ടാമത്തെ ഇതായിട്ടാണ് നമ്മുടെ മലയാള വാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയതാണ്. അത് എൻ്റെ ഒരു രണ്ടാമത്തെ ഇതെന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. കാരണം എപ്പോഴും നമുക്ക് ചർച്ചകളിൽ കൂടെയും ഇപ്പോൾ ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് ഷെയർ ചെയ്യാനും, എന്താണ് ഒരു നിജസ്ഥിതി അല്ലെങ്കിൽ വസ്തുത എന്നുള്ളത് അറിയിക്കാനും പറ്റിയൊരു വേദി എന്ന് പറയുന്നത് അത് ചർച്ചകളിൽ കൂടെ നമുക്കത് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ മൊഴി എന്ന് പേരിട്ട് നിൽക്കുന്നത് തന്നെ അല്ലാതെ അറിയാം, മൊഴിയുടെ വാക്കിൻ്റെ അർത്ഥം അറിയാം. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ മനസ്സിലാകുന്ന ഭാഷയിലും എത്തുക. ഇതൊരു കണ്ടിന്യൂസ് പരിപാടിയായിട്ട് ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് എല്ലാവരുടെയും സഹകരണം വേണം. അത് ഓൾറെഡി ഞങ്ങൾ പത്ര സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്. ഈ നിങ്ങൾ എഴുത്തുകാരുടെയും കൂടെ ഒരു സഹകരണം കൂടെ അഭ്യർത്ഥിക്കുകയാണ്. നമുക്കിത് എല്ലാ മാസവും ഒരു ചർച്ചയും കാര്യങ്ങളുമായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും സഹകരണം. എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ശ്രീ മനോജ് കാട്ടാമ്പള്ളി, അദ്ദേഹം ഒരു കവിയാണ്, നോവലിസ്റ്റാണ്. ബായ് ബുക്സ് പ്രസാദകൻ നാട്ടിലായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിലെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീ മോബിൻ മോഹൻ. ജക്കനാന്ത എന്ന നോവലിന്, അദ്ദേഹത്തിൻ്റെ ജക്കനാന്ത എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാര അവാർഡ് ജേതാവ് കൂടിയാണ്. അദ്ദേഹത്തിനെ ഞാൻ ഈ ഉദ്ഘാടക സ്ഥാനത്തേക്കായിട്ട് ക്ഷണിച്ചു. അദ്ദേഹത്തിനെ ഞാൻ യോഗത്തിൽ ക്ഷണിക്കുന്നു. വൈഷ്ണവി അവരുടെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ടായ്മ ഇനിയും അടുത്ത മാസവും എല്ലാ മാസങ്ങളും തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അങ്ങനെ കുറച്ച് ആളുകൾ മാത്രമായിരുന്നു ഇവിടെ കുമളിയിൽ എഴുത്തുകാരില്ലെന്നല്ല, ആ രീതിയിൽ പുറത്ത് അറിയപ്പെടാൻ തുടങ്ങിയ ആളുകൾ. മൊബൈൽ കൂട്ടായ്മകളിലൂടെ കുറേ ആളുകൾ മുന്നോട്ട് വരികയും അവരുടെ സൃഷ്ടികളൊക്കെ ലോകത്ത് വെളിച്ചം കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ആളുകളൊക്കെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ എന്തിനാണ് കഥ എഴുതുന്നത്, അല്ലെ എന്തിനാണ് നിങ്ങൾ സാഹിത്യം എഴുതുന്നത് എന്ന് പറയുന്നത്. ഈ സമയത്ത് എന്നോടൊക്കെ തന്നെ പറയാത്തവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ ഒരു സമയം എഴുതുന്ന സമയം മറ്റെന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു പോയി എന്നുള്ളത്. കാരണം മുമ്പ് ഒരു കഥാപാത്രത്തിൽ ഷിയാബുദ്ദീൻ കൊയ്ത്തുകടവ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ ഒരു കഥയുണ്ടായിരുന്നു. അയാളോട് ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് ഒരു കഥ എഴുതിയാൽ എന്ത് കിട്ടുമെന്ന്. സാറാണ് ഒരു കാലഘട്ടത്തിൽ മലയാളത്തിൽ എഴുതുന്ന എഴുത്തുകാരുടെ അവതാരിക എഴുതിക്കൊണ്ടിരുന്ന സൂര്യനാട് കുഞ്ഞിമുള്ള സാർ ഉപയോഗിക്കാനുള്ള ഒരു വാക്ക്, ഇത് കൈരളിക്ക് ഒരു കർണാഭരണമായി തീരുന്നു. അപ്പം പെരുമ്പട ഇത് പല അവതാരികയിൽ ഇതിങ്ങനെ കാണുമ്പോൾ പെരുമ്പടം ചോദിച്ചു ഇത് എഴുതുന്നത്. അപ്പോൾ സൂര്യനാട് കുഞ്ഞിമുള്ള പറഞ്ഞ മറുപടി ഇതാണ്, അവർ കൊലപാതകമൊന്നുമല്ല ചെയ്യുന്നത്, ഒരു കൊലപാതകമൊന്നും അല്ലല്ലോ, അതിനെ ഹിംസിക്കല്ലോ ചെയ്യുന്നത്. പലപ്പോഴും ഇങ്ങനെ ഈ പുസ്തകങ്ങൾ ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ